കോളേജിൽ ചെമ്പൻചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു സിനിമയുടെ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്. അപ്പോൾ അത് ഇന്ന ആളാണ് സംവിധായകൻ, നിങ്ങൾക്ക് എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഓഡീഷൻ്റെ അവസാനം നിമിഷമാണ് ഞാൻ പോയിട്ട് എന്നടുത്ത് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന എൻ്റെ നാടകത്തിൽ ഒരു സീൻ അഭിനയിച്ചു. ഒരു ഹ്യൂമർ സീനായിരുന്നു, ഒരു കോമഡി സീനായിരുന്നു. അത് അഭിനയിച്ചു. ഓക്കെ ഡൺ പറഞ്ഞു. ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി 2 ഫോട്ടോ എടുത്ത് പറഞ്ഞു വിട്ടു. എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്, അത് ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് ആർക്കും എഴുതി വയ്ക്കപ്പെടാൻ പറ്റില്ല. നാടകത്തിൻ്റെ അവസാനമൊക്കെ ഫുൾ ന്യൂഡായിട്ടുള്ളൊരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അത് നല്ല രീതിക്ക് ഒരു ആക്ടർ എന്ന രീതിക്ക് വലിയ രീതിക്ക് എനിക്ക് അംഗീകാരം ആ സമയത്ത് കിട്ടി. എൻ്റെ സംസാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നില്ലേ? ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തോന്നും, ഓ അവൻ രാവിലെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക അവൻ്റെ ഷോ വർത്താനം പറയാനായിട്ട്. ഒരിക്കലും ആരെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല, ഒരിക്കൽ പോലും തോറ്റു കൊടുക്കില്ല. തോറ്റെന്ന് ഞാൻ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെ ഇവരെ മുമ്പിൽ 100 തവണ ജയിക്കാം, ഒറ്റ തവണയല്ല 100 തവണ ജയിക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. അങ്കമാലിക്ക് ശേഷം ഞാൻ അഭിനയിച്ച സിനിമ മോഹൻലാൽ ലാലേട്ടൻ്റെ ഒപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് വന്ന വഴികൾ മറക്കാത്തൊരുത്തനാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് വ്യക്തമായ ബോധമുണ്ട് ഞാൻ എങ്ങനെയാണ് വന്നത്, ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഈ നിമിഷവും ഞാൻ അഭിനയിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കലയിൽ തന്നെയാണ് നിൽക്കുന്നത്, മറ്റൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. അതങ്ങനെ എന്നെ പോട്ടെ മരണകാലം വരെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഒരുപാട് സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു വന്ന് ഉപജീവനത്തിന് വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഹാപ്പി ആണോ മൊത്തത്തിൽ? പിന്നെ സമ്പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. കാവാലൻ സാറിൻ്റെ അവിടെ നാടകങ്ങൾ ചെയ്ത സമയത്താണ് എനിക്ക് സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടകത്തിലേക്ക് എന്നെ അജിത് കണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ നാടകം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് ഒറീസയിൽ എന്തോ നാടകം ചെയ്യുന്ന സമയമാണ് ഞാൻ. ആ സമയത്ത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. എൻ്റെ ഒരു അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നാടകം ചെയ്യാനായിട്ട് ഞാൻ കാലടിയിലെത്തി, ഈ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തി. ആ സമയം തൊട്ട് എനിക്ക് ആ കോളേജും ആ കോളേജിൻ്റെ ആംബിയൻസും അല്ലെങ്കിൽ ആ കോളേജിലെ കുറേ അധികം നല്ല കാര്യങ്ങളുണ്ട്. മുഴുവൻ സമയം ആർട്ടാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അഭിനയം പഠിക്കുന്നുണ്ട്, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട് അവിടെ. അപ്പം അതിനു മുമ്പ് അങ്കമാലിയിൽ ഞാൻ വേറൊരു ജോലിക്ക് വന്നിട്ട് കുത്തുവാള എടുത്ത് നിർത്തിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് വേറെ കഥ, അങ്ങനെ പുറകെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ആദ്യം തന്നെ വിളിച്ചപ്പോൾ എവിടെയാണ് ചേട്ടാ നാടകം ചെയ്യേണ്ട സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ അങ്കമാലിക്ക് അടുത്തുള്ള കാലടിയിലാണ്, നീ ഇങ്ങോട്ട് പോര്, ഒരു മാസത്തെ നാടകത്തിൻ്റെ ക്ലാസ് ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനുശേഷം നമുക്കിവിടെ നാടകം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ കാലടി എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. അവിടെ എത്തി ആ ചേട്ടൻ്റെ സൈക്ലിസ്റ്റ് എന്ന് പറയുന്നൊരു നാടകം ചെയ്തു. സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത് വിജയ് ടെണ്ടുൽക്കറിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ്. അത് ഇംഗ്ലീഷ് നാടകമാണ്, പക്ഷെ അത് നമ്മൾ മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തതാണ്. അത് ആ നാടകത്തിൻ്റെ കഥ തൻ്റെ ബൈസൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഒരു പക്ഷേ എൻ്റെ ജീവിതവും ആ നാടകത്തിലെ എൻ്റെ കഥാപാത്രവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടാവും. കാര്യം ഞാൻ ഒരിടത്ത് നിൽക്കാതെ ഈ കല, ആർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എവിടെയാണോ എനിക്ക് ഞാൻ കണക്ഷൻ ആവണം അവിടെ നിന്ന് അതിൽ ശ്രദ്ധിക്കുക, അത് ചെയ്യുക എന്ന് ആഗ്രഹിക്കുക. അതാണ് എൻ്റെ ഒരു ലൈഫ്, അങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ കാലടിയിലെത്തി ഈ നാടകം ചെയ്തു തുടങ്ങി. സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന നാടകം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ആദ്യമായിട്ട് അവിടെ ചെയ്തു. അതെനിക്ക് വലിയ രീതിക്ക് അംഗീകാരം കിട്ടിയ നാടകം. അതൊരു അരീന തിയേറ്റർ ആംബിയൻസിലായിരുന്നു അത് ചെയ്തത്. അത് കുറച്ചും കൂടി ഓഡിയൻസുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷൻസ് ഉള്ളൊരു പ്ലേ ആയിരുന്നു. നാടകത്തിൻ്റെ അവസാനമൊക്കെ ഫുൾ ന്യൂഡായിട്ടുള്ളൊരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അത് നല്ല രീതിക്ക് ഒരു ആക്ടർ എന്ന രീതിക്ക് വലിയ രീതിക്ക് എനിക്ക് അംഗീകാരം ആ സമയത്ത് കിട്ടി. എൻ്റെ അവിടുത്തെ അധ്യാപകരിൽ നിന്നും നാടകം കാണാനിരുന്ന ആൾക്കാരിൽ നിന്ന് അത് കിട്ടി. ആ നാടകം പിന്നെ നമുക്ക് അക്കാഡമിയുടെ കീഴിൽ കുറേ സ്ഥലങ്ങളിൽ കളിക്കാം, നാടക അക്കാഡമിയുടെ കീഴിൽ കുറേ സ്ഥലങ്ങളിൽ കളിക്കാൻ പറ്റി. പിറ്റേ വർഷം ഞാൻ ആ കോളേജിൽ PGക്ക് അഡ്മിഷൻ എടുത്തു. എൻ്റെ അടുത്ത് അവിടുത്തെ അധ്യാപകർ പറഞ്ഞു, നീ ഇവിടെ പഠിക്കാൻ നോക്ക്, തുടങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായി, നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു സ്പേസിൽ കൊണ്ടിടുന്നത് നമുക്ക് അറിയാൻ പറ്റും ചില നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എത്തേണ്ട അടുത്ത് എത്തിപ്പെട്ടു
ഇതാണ് എൻ്റെ സ്ഥലം. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നു, പല പല ജോലിക്ക് പോകുന്നു, കുടുംബം നോക്കാൻ വേണ്ടി പല പല ജോലികൾക്ക് പോകുന്നു, പല പല നാടകങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നു, പല ആർട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് എന്നെ ഒരു കറക്റ്റ് ഫോക്കസ്, കുറച്ച് സ്പേസിൽ കൊണ്ടിട്ടു എന്നെ ഒരു കാലം. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ മുഴുവൻ സമയവും വീണ്ടും എൻ്റെ അഭിനയ ജീവിതം ഇതുവരെ ചെയ്തതൊന്നും അല്ല അഭിനയം. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ എന്തൊക്കെയോ തെറ്റുകളാണ്. ഇനി കുറച്ചും കൂടെ ശരിയാക്കണം എന്നുള്ള ബോധ്യത്തിൽ ഞാൻ അവിടെ പഠിക്കാൻ ആരംഭിച്ചു. എൻ്റെ പഠനകാലം ആരംഭിച്ചു വീണ്ടും. ഒരിക്കലും ഒരു കോളേജ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലേ, എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്കൊക്കെ വരാൻ? ഒരു ആർട്ടിൽ ഇത്രയും ട്രാവലിംഗ് ചെയ്തിട്ട് ഞാൻ അവിടെ എത്തി എന്ന് പറയുന്നതാണ് ഇതിലേറ്റവും വലിയ ഒരു കാര്യം. കാര്യം കല പഠിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടെത്തിക്കാൻ പറ്റിയെത്താം. എനിക്ക് ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഡിഗ്രി പഠിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് വീണ്ടും വേറൊരു കോഴ്സ് എനിക്ക് പഠിക്കാനായിട്ടൊരു ക്യാമ്പസ് കിട്ടി. എനിക്ക് എൻ്റെ നല്ല അധ്യാപകരെ കിട്ടി, എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഞാൻ എല്ലാം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അഭിനയം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടിയ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു എൻ്റെ കോളേജ് ജീവിതം എന്ന് പറയുന്നത്. കോളേജ് ജീവിതം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എനിക്ക് അവിടെ കോളേജിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു. രേഷ്മ എന്നാണ് എൻ്റെ കാമുകിയുടെ പേരുണ്ടായിരുന്നത്. അപ്പോൾ രേഷ്മയായിട്ട് പ്രണയമായി നിൽക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്കമാൽ ഡയറീസ് എന്ന ഫസ്റ്റ് സിനിമയുടെ ഓഡീഷൻ വരുന്നത്. ഓഡീഷൻ വന്നു. എല്ലാവരും, കോളേജിലെ എല്ലാ കുട്ടികളും ഓഡീഷനിൽ പങ്കെടുത്തു. സ്വാഭാവികമായിട്ടും ഞാനും പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ ഞാൻ കോളേജ് ലൈഫ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് ആയപ്പോൾ തന്നെ പഠനം കുറച്ചും കൂടെ സീരിയസ് ആയി. രാഷ്ട്രീയ പ്രവർത്തനം, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു അടിപൊളി ലൈഫായിരുന്നു കോളേജ് ലൈഫ്. ആ സമയത്തും എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രദിൽ PC. അദ്ദേഹവുമായിട്ട് പുറത്ത് പല പല ജോലികൾക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ജഡ്ജ്മെൻറ്റിന് പോകാറുണ്ട്, സ്കൂളിൽ നാടകം പഠിപ്പിക്കാൻ പോകാറുണ്ട്, വേറെ എന്തെങ്കിലും എന്ത് ജോലി കിട്ടോ അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോളേജിൽ ചെമ്പൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു സിനിമയുടെ അങ്കമാൽ ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്. അപ്പോൾ അത് ഇന്ന ആളാണ് സംവിധായകൻ, നിങ്ങൾക്ക് എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡീഷനാണ്. ആ ഓഡീഷൻ നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓഡീഷൻ ഇന്നാണെങ്കിൽ നാളെ ആയിട്ട് കലാസമരം നടക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. വിദ്യാർത്ഥികളെ അഭിനയവും ഡാൻസൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് കലാസമരം നടക്കുകയാണ്. അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. സമരത്തിന് പോകാൻ തയ്യാറെടുപ്പിലാണ്. കാരണം നാടകം പഠിച്ചിട്ട് ജോലി വേണ്ടേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാവിലെയായി ഓഡീഷൻ. അപ്പം അതിന് ബക്കറ്റ് പിരിവ് നടത്തണം, സമരത്തിന് പോകാണ്ട് കോളേജിൽ നിന്നുള്ള പിള്ളേരെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ബക്കറ്റ് പിരിവൊക്കെ നടത്തി. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഓഡീഷൻ നടക്കുന്നുണ്ട്, ബക്കറ്റ് പിരിവൊക്കെ നടത്തുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലാസ്റ്റാണ് ഓൾമോസ്റ്റ് അതിൻ്റെ ഓഡീഷൻ്റെ ഏറ്റവും ലാസ്റ്റ്, അങ്കമാൽ ഡയറീസ് എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓഡീഷൻ്റെ അവസാനം നിമിഷമാണ് ഞാൻ പോയിട്ട് എന്നോട് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന എൻ്റെ നാടകത്തിൽ ഒരു സീൻ അഭിനയിച്ചു. ഒരു ഹ്യൂമർ സീനായിരുന്നു, ഒരു കോമഡി സീനായിരുന്നു. അത് അഭിനയിച്ചു. ഓക്കെ ഡൺ പറഞ്ഞു. ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി 2 ഫോട്ടോ എടുത്ത് പറഞ്ഞു വിട്ടു. കഴിഞ്ഞു, ഓഡിഷൻ കഴിഞ്ഞു. കോളേജിൽ എന്നെക്കാട്ടി സിനിമ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, എന്നെക്കാട്ടി വലിയ കലാകാരന്മാരുണ്ട്, എന്നെക്കാട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ സീരിയസ് അല്ല എന്നല്ല, എന്നോട് പറഞ്ഞ ജോലി ഞാൻ വൃത്തിയായിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു പോയി. സോ അതാണ് അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഞാൻ അങ്കമാൽ ഡയറീസിൽ അഭിനയിച്ചത് ഓഡീഷനിൽ. അപ്പം ഞാൻ പറയുന്നത് നമ്മളവിടെ എത്തിപ്പെടണം എന്നുള്ളത് ഒന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിത് വേണം എന്ന രീതിക്ക് പോകുന്നതിലോ അപ്പുറം നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്ത് അതിലനുഭവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി അതിലെല്ലാ ഇമോഷൻസിലൂടെയും കടന്ന് നമുക്കത് കിട്ടുമല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മളെ കയ്യിലേക്ക് കിട്ടുമല്ലോ. എല്ലാം എവിടേക്കോ എഴുതി വെക്കപ്പെട്ട പോലെ ആ രീതിയാണ്.
ആരെഴുതി വെക്കുക? എൻ്റെ ജീവിതം ഞാൻ തന്നെയായിട്ട് ജീവിച്ച് തീർത്ത സാധനമല്ല. അപ്പോൾ ആരും എഴുതി വെക്കപ്പെട്ടൊന്നും ആയിരിക്കാൻ വഴിയില്ല. അല്ല എന്തായാലും ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? നേരത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകണം വിചാരിച്ച് പിന്നെ പോകാൻ പറ്റിയില്ല. ഇല്ല, അതൊന്നും ആരും എഴുതി വെക്കപ്പെട്ട, അത് സാഹചര്യങ്ങളാണ്. അത് ഇപ്പം എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്. അത് ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് ആർക്കും എഴുതി വെക്കപ്പെടാൻ പറ്റൂല. മനസ്സിലായില്ല? ഇപ്പം ഇനി നാളെ ഒരു സമയത്ത് എനിക്ക് എഴുതി വെക്കാം, പക്ഷെ ഞാൻ അതിനുപോലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എഴുതി വെക്കപ്പെടാവുന്ന അത്രയും വലിയ സംഭവമൊന്നുമല്ല. ഈ സിനിമയിലേക്ക് വന്നപ്പോഴേ നമ്മള് വിനായകൻ ചേട്ടനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡോമിനൻസ് ഈ സിനിമയിലുണ്ട്. മുതിർന്ന ആക്ടേഴ്സിൻ്റെ അടുത്തായാലും ഈ നിറത്തിൻ്റെ പേരിലായാലും ജാതിൻ്റെ പേരിലായാലും ഒക്കെ ഒരുപാട് അദ്ദേഹം കേട്ടിട്ടുണ്ട്, അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ സിനിമയിൽ വന്നപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ അനുഭവിക്കുകയോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, ഒരു നിറവും ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ട ടാലൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അഭിനയിക്കുക. അഭിനയമാണ് എൻ്റെ തൊഴിൽ. എനിക്ക് കിട്ടുന്ന കഥാപാത്രം ഞാൻ വൃത്തിയായിട്ട് ചെയ്യുക, അതാണ് എൻ്റെ ജോലി. അല്ലാതെ ഞാൻ അങ്ങനെ മറ്റൊന്നിനും കുറിച്ചും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. എന്താണ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഉണ്ടായേക്കാം, എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കറിയില്ല. അത് ഈ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നമുക്കൊരു ചാൻസ് കിട്ടി, ഒരു നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഒരു നിലനിന്ന് പോവാൻ എത്രത്തോളം ഒരു കഷ്ടപ്പാടുണ്ട് സിനിമയിൽ? നിലനിന്ന് പോകണമെങ്കിൽ കഷ്ടപ്പാടല്ല, നിലനിന്ന് പോകണമെങ്കിൽ പ്ലാനിങ്. പ്ലാൻ ചെയ്യണം, ഇല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു, അതേപോലെ തന്നെയാണ്. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സിനിമ പ്ലാറ്റ്ഫോം, അല്ലേ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിലെല്ലാവർക്കും എത്തിപ്പെടണമെന്നില്ല. ചില ആൾക്കാർ നേരത്തെ എത്തും, ചില ആൾക്കാർ പതുക്കെ എത്തും, ചില ആൾക്കാർ എത്തിയേക്കാം. അപ്പം നമ്മളവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ അതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യണം, നല്ല നല്ല കഥാപാത്രങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന കഥാപാത്രം 100% നീതി പുലർത്തണം. ആസ് ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ ഈ മുതിർന്ന ഈ മുതിർന്നവരുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവരുണ്ടാക്കി വെച്ച ബിൽഡിങ്ങിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അവരെന്തോരം മുതിർന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ ഇവിടെ ഉള്ളേ. അവർ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അല്ലേ, അത്രയും ക്രാഫ്റ്റ് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ അവരുണ്ടാക്കി വെച്ച ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ആ ഇൻഡസ്ട്രിയിലേക്കല്ലേ നമ്മൾ വരുന്നത്. ശരിയല്ലേ? ഇപ്പൊ പ്രേംനാം സൂര്, സത്യൻ സാറ്, തിലകൻ സാറ്, മുരളിച്ചേട്ടൻ, നെടുമുടി ചേട്ടൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് കഴിവുള്ള ആൾക്കാർ, നമ്മളൊന്നും ഒന്നുമല്ല അവരെയൊക്കെ മുമ്പിൽ. അടുത്ത് നിൽക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. അത്രയും വലിയ വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാക്കി വെച്ച ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാനും വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കണം. ഞാൻ വന്ന വഴികളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ പോകാൻ പോകുന്ന വഴികളെക്കുറിച്ച് ഞാൻ ഓർത്ത് വളരെ ക്ലീനായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ശരിയല്ലേ? അലസമായ ജീവിതം പാടില്ല. എനിക്ക് കിട്ടിയ അംഗീകാരത്തിനെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ സിനിമ കണ്ട് കൈയടിച്ച ഓരോ പ്രേക്ഷകനെയും ഞാൻ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പ എനിക്ക് അഹങ്കാരമുണ്ട്, ആ രീതിയിലൊക്കെയുള്ള കമന്റ്സ്? എൻ്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുകൂടാന്ന് പറയാനും പറ്റില്ലല്ലോ. ഇപ്പൊ എൻ്റെ സംസാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലോ? ഇല്ല. കയക്കുന്നവരുടെ പ്രശ്നമാണത്. ഞാൻ പറയുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഴുവൻ സമയവും സംസാരിക്കുന്നത് എൻ്റെ സിൻസിയറായിട്ട് തന്നെയാണ്, സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ വേറെ ഒരു ആർട്ടിഫിഷ്യൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത് എങ്ങനെ വേണോ ധരിക്കപ്പെടാം. ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തോന്നും, ഓ അവൻ രാവിലെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, അവൻ്റെ ഷോ വർത്താനം പറയാനായിട്ട്, അല്ലെങ്കിൽ അവന് ജാട. ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം, ഇത് ട്രോളല്ല കേട്ടോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടില്ലേ, അതവർ പറയട്ടെന്നേ. അതിന് നമുക്കിപ്പം ടെൻഷൻ അടിച്ചിട്ട് എന്തെടുക്കാനാ? അവരവർക്ക് പറയാനുള്ളത് അവരവർ പറയാതെ പിന്നെ വേറെ ആര് പറയാനാ? എല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന ആളാണോ? റിയാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റ് കണ്ടാ ഞാൻ റിയാക്ട് ചെയ്യും. ജെനുവിനാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറപ്പായിട്ടും എന്ന് കരുതി ഞാൻ റോട്ടേ രാവിലെ ഡ്രസ്സും മാറി പോകുമ്പോൾ എൻ്റെ കടയിൽ അവിടെ ഇരുന്നിട്ട് നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടാടാ എന്ന് പറയുന്നവൻ്റെ അടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറില്ല. അത് പറയുന്നതിന് അവിടെ ഇരുന്ന് പറയട്ടെ. പക്ഷേ തെറ്റ് കണ്ടത് ശരിയല്ല
എന്ന് തോന്നിയാൽ ഞാൻ റിയാക്ട് ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇതുപോലെ ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ അവരെ ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ അവർ 100% ഞാൻ ഹെൽപ്പ് ചെയ്യും. ഉം. എനിക്ക് തോന്നണം എൻ്റെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ ജെന്യൂനായിട്ട് നിൽക്കുന്ന, ഞാൻ പറ്റേ ജെന്യൂനായിട്ട് നിൽക്കുന്നവർക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടാന്ന് മനസ്സിലാക്കുന്ന ആളായിരിക്കും. അവൻ്റെ തൊഴിൽ അവൻ സ്ട്രോങ് ആയിട്ട് ജെന്യൂനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവൻ എത്തേണ്ടടുത്ത് എത്തും. ചിലപ്പോൾ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ സ്വാഭാവികം. എല്ലാം അങ്ങ് ക്ലിയർ ഒരു സ്ട്രൈറ്റ് വരയായിട്ട് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ശരിയല്ലല്ലോ. പിന്നെ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, പരമാവധി അങ്ങനൊരു ശ്രമം ഞാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സിനിമയിലൊക്കെ കണ്ട ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ, ഒരു വില്ലൻ വേഷം, ഭയങ്കര ഒരു പവർ ആയിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ ശരിക്കും ജീവിതത്തിലും അത്രത്തോളം സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ നോർമലി നമ്മളെല്ലാരെയും പോലെ കരയാറുണ്ടോ? മനുഷ്യരാണ്, കരയും, പക്ഷെ സ്ട്രോങ് ആണോ അല്ലെ ഡൗൺ ആണോ? ഞാൻ എൻ്റെ ജനനം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ജീവിതത്തിൽ സ്ട്രോങ് ആണോ അല്ലേ എന്ന്. അങ്ങനല്ലേ ഞാൻ ചോദിക്കുന്നത്. കരഞ്ഞു പോവാറുണ്ടോ, തളർന്നു പോവാറുണ്ടോ, പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും കാര്യത്തിന് അങ്ങനെ വിഷമിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കുമോ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. നമുക്ക് കരയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ ഇമോഷൻസ് ആണോ? അല്ല, എനിക്ക് തോന്നുന്നു കരച്ചിൽ വന്നേക്കാം. ഇപ്പൊ ഞാൻ കരയാതെ നിന്നിട്ടില്ല. കരയാം, ഒരു വിഷമം വന്നാൽ കരയും, ചിരിക്കാൻ വന്നാൽ ചിരിക്കും, എല്ലാ ഇമോഷൻസും ഉണ്ട്. പ്രശ്നം വരുമ്പോൾ മാറി നിന്ന് കരയുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും. അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ ചിലപ്പോൾ കരഞ്ഞെന്ന് വരാം. പക്ഷെ തോറ്റു കൊടുക്കൂല, തോറ്റു പോയില്ല. ഒരിക്കൽ തോറ്റാൽ തന്നെ നമ്മൾ 100 തവണ ജയിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ആരെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല, ഒരിക്കൽ പോലും തോറ്റു കൊടുക്കില്ല. തോറ്റെന്ന് ഞാൻ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെ ഇവരെ മുമ്പിൽ 100 തവണ ജയിക്കാം, ഒറ്റ തവണയല്ല 100 തവണ ജയിക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. എല്ലാത്തിലും ഒരു വിന്നർ ആവണം എന്നുള്ളൊരു വാശി അങ്ങനെ എന്തെങ്കിലും ഇല്ല, വാശിയില്ല. അങ്ങനെ വിന്നർ ആവണം എന്നുള്ള വാശിയില്ല. വിന്നർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിന്നർ അടിക്കുക അല്ലെങ്കിൽ ഒരു വിന്നർ ആവുക എന്നുള്ളതല്ല. ഓക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നതെല്ലാം. നമ്മൾ സന്തോഷം കണ്ടെത്തണം അതിൽ, അത്രേ ഉള്ളൂ. വിന്നർ ആവുമ്പോൾ ഒരു സന്തോഷം കാണുമല്ലോ. അതെ അതെ. എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് എന്ന് പറയുന്നത്? എന്താണ് എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നില്ലേ, അത് തന്നെയാണ് സക്സസ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തമ്മിൽ രാവിലെ ഇത്രയും സമയം കുറച്ചു നേരം സംസാരിച്ചു. എൻ്റെ കുറേ ജീവിതത്തിൽ ഉണ്ടായ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റി. നിങ്ങൾ ചോദിച്ചു എന്നോട്. ഇങ്ങനെ എത്ര പേര് കാണും ചോദിക്കാൻ? പല ആൾക്കാർക്കും ചോദിക്കാൻ ആരും ഉണ്ടാവൂല. നിങ്ങൾ എന്നോട് ചോദിച്ചു, ചേട്ടൻ എന്താണൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. ഇത് ചോദിക്കാതെ അത് പറയാനായിട്ട് ആഗ്രഹിച്ച് എന്തോരോ ആൾക്കാർ നമ്മളെ എറണാകുളം, തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറ്റി. എൻ്റെ ജീവിത കഥകൾ എനിക്ക് പറയാൻ സാധിച്ചു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതുവരെയുള്ള ഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജീവിതത്തിലെ ഈ ഭാഗ്യത്തിനാണോ അല്ലെ ഹാർഡ് വർക്കിനാണോ കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കുന്നത്? ഹാർഡ് വർക്ക്, ഉറപ്പായിട്ട് ഹാർഡ് വർക്ക് തന്നെയാണ്. ബാക്കിയൊക്കെ പുറകെ വന്നോളും. ഹാർഡ് വർക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഭാഗ്യമുള്ള ഒരു ആക്ടർ തന്നെയാണോ? ഭാഗ്യമുള്ള ആക്ടറാണെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാൻ സാധിക്കില്ല. കാര്യം വലിയ ഭാഗ്യങ്ങൾ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അടുത്ത അങ്കമാലിക്ക് ശേഷം ഞാൻ അഭിനയിച്ച സിനിമ മോഹൻലാൽ ലാലേട്ടൻ്റെ ഒപ്പമാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്, ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ആളാണ്. എൻ്റെ ആ പാട്ട് ജിമിക്കി കമ്മൽ ഹിറ്റായ ഇത്, അതെല്ലാത്തിനപ്പുറം ആദ്യമേ തന്നെ ഞാൻ ചെയ്ത കഥാപാത്രം ജനങ്ങൾ ഏറ്റെടുത്തു. അതും ഹാർഡ് വർക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാൽ കൂടി ഒരു കണക്കിൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ. ഉണ്ട്, രണ്ടുമുണ്ട്. ഹാർഡ് വർക്ക് എടുക്കണം, പക്ഷെ എന്നാലും ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഫസ്റ്റ് എൻട്രി എന്നൊരു ഗോഡ് ഫാദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി താങ്കളുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ എത്ര ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ? അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ ഒരു സിനിമയായിരുന്നു എല്ലാവർക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ഒക്കെ സിനിമയാണ്. എല്ലാവർക്കും അതൊരു സിനിമ മാത്രമായിരിക്കാം, ഒരു അടിപൊളി സിനിമ, കുറേ അധികം പുതുമുഖങ്ങൾ വന്നിട്ടുള്ള സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സിനിമ, നിങ്ങൾ എന്നെ ആലോചിച്ചു, എൻ്റെ ഇത്രയും ലൈഫ് സ്റ്റോറി കേട്ട ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ആ സിനിമ വെറും ഒരു സിനിമ മാത്രമല്ലല്ലോ, എൻ്റെ ജീവിതമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ കുറേ നാളത്തെ ഒരു വലിയൊരു ഡ്രീമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു
എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് അപ്പോഴായിരിക്കാം. ശരിയല്ലേ? അതെ അതെ. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കൊപ്പം എൻ്റെ പെങ്ങൾക്കൊപ്പം രേഷ്മയ്ക്കൊപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഞാൻ സിനിമ കണ്ടത് അങ്കമാലി. അപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയുടെ അടുത്തിരുന്നിട്ട് കിട്ടിയ ഒരു 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 സന്തോഷം എനിക്കുണ്ട്. കാര്യം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ. അതെനിക്ക് കിട്ടിയത് ലിജോ ചേട്ടൻ്റെ ഉള്ളിലാണ്. അദ്ദേഹമാണ് എനിക്ക് എന്നെ ആദ്യമായിട്ട് കിട്ടിയത്. അപ്പം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അതിനപ്പുറം എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്നു. ഒരു ഞാൻ പറഞ്ഞു അത്രയും അധികം ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷം 8 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതാണ് സത്യം. വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷയും എനിക്കില്ല. വിളിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ദൈവമേ ആ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചെങ്കിൽ ഈശ്വര എന്നൊക്കെ പറയൂലേ. ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് എന്നെ എനിക്കൊരു അവസരം അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന അദ്ദേഹമാണ്. അപ്പം ഒരു സിനിമയിലെങ്കിലും അദ്ദേഹത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രേ ഉള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി തന്നെയായിരിക്കും. ഈ വെളിപാടിന്റെ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ആ പാട്ട്, ആ സിനിമേനേക്കാളും ഭയങ്കരമായിട്ട് ആ പാട്ട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ ഇനി ലാലേട്ടനെ കുറിച്ച് പറയൂ. ലാലേട്ടൻ കട്ട ഫാനാണ് ഞാൻ, ഭയങ്കര ഫാനല്ല. നമ്മൾ എന്തോരം പടത്തിന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അമ്മാതിരി ആർമാദിച്ചേക്കണം. ഭയങ്കര ഫാനല്ലേ ഞാൻ. ട്രിവാൻഡ്രം ജില്ലയിൽ ആൾസാറിൻ്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണും. പിന്നെ ഫാൻസ് ക്ലബിലൊക്കെ പിന്നെ അത് ഫ്രണ്ടിൽ കാണും. അയ്യോ അത് ഭയങ്കര കണക്ഷൻ അല്ലേ. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടോ ഫാൻസ് ക്ലബിലൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അറിയായിരിക്കും. നമുക്ക് സംസാരത്തിനിടയ്ക്ക് ഞാൻ അനുചേട്ടനായിട്ടൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ട്. ഇപ്പൊ ഞാൻ അതിന്റെ അപ്പുറമല്ലേ, അപ്പൊ അറിയായിരിക്കുമല്ലോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാനല്ലോ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി, കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും എത്ര തിരക്ക് ആൾക്കൂട്ടത്തിൽ നിന്നാലും അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ, എന്നെ മനസ്സിലാവുമല്ലോ. മോനെ എന്ന് വിളിച്ച് എന്നെ കൂടെ വിളിക്കും, എനിക്ക് സംസാരിക്കുക എൻ്റെ അടുത്ത്. വലിയ കാര്യമല്ലേ. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തായാലും എപ്പോഴും വിളിക്കുക, ശല്യം ചെയ്യുക അങ്ങനെയൊന്നുമല്ല. നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നമ്മളെ മുഖത്ത് നോക്കി അദ്ദേഹം ചിരിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, ഏതൊക്കെയാണ് പുതിയ സിനിമകളെന്ന് ചോദിക്കുന്നുണ്ട്, വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യം. അത് വലിയ. പിന്നെ ഞാൻ മണിസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ, മണിരത്ന സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ. സന്തോഷ് ചേട്ടൻ ക്യാമറ, എ ആർ റഹ്മാൻ സാർ മ്യൂസിക്, മണിരത്ന സാർ ആക്ഷൻ പറയുമ്പോൾ ഞാൻ അഭിനയിക്കുന്നു, കട്ട് വിളിക്കുമ്പോൾ ഞാൻ നിർത്തുന്നു. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ. എല്ലാം ഇപ്പോഴും സിനിമയിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫ്ലഡ് സമയത്ത് കുറച്ച് നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാവരെ പോലെ. കോവിഡ് സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായ ഒരു വർഷമാണ്. കാര്യം ഓട്ടോ ശങ്കർ ഇറങ്ങി പീക്കിൽ നിൽക്കുമ്പോഴാണ് കോവിഡ് പറഞ്ഞത്. കോവിഡ് സമയത്ത് ഓട്ടോ ശങ്കർ ഇറങ്ങി ഹിറ്റ് അടിച്ച സമയത്ത് അവിടെ കുറേ സിനിമകൾ അന്ന് പ്ലാൻ ചെയ്തു തമിഴിൽ എന്നെ നായകനാക്കിയിട്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും നടന്നില്ല. കാര്യം ഈ 2 കൊല്ലം കോവിഡ് കൊണ്ടുപോയി. ഈ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ മനസ്സിൽ പുതിയ സാധനങ്ങളായി. ഈ 2 കൊല്ലം ഇരുന്നിട്ടുള്ള പുതിയ സാധനങ്ങളിലേക്ക് പോയി. അപ്പം എനിക്ക് അതങ്ങോട്ട് ആ വർഷങ്ങൾ മാത്രമാണ് എൻ്റെ ആകെ 8 വർഷമേ അത് ഇട്ടിട്ടുള്ളൂ. അതിലൊരു വർഷം വെള്ളപ്പൊക്കം കൊണ്ടുപോയി, 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി. അപ്പോഴുണ്ടായ സ്ട്രഗിളിങ്ങുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും എനിക്ക് എന്നെ തേടി, ഇപ്പം ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിലും എന്നെ തേടി എനിക്ക് സിനിമകൾ വരാറുണ്ട്. സോ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ നിമിഷവും ഞാൻ അഭിനയിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കലയിൽ തന്നെയാണ് നിൽക്കുന്നത്, മറ്റൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. അതങ്ങനെ എന്നെ പോട്ടെ, മരണകാലം വരെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ ആയി തീരട്ടെ. ഇനി എന്തൊക്കെയാണ് അപ്കമിങ് ആയിട്ടുള്ള പ്രോജക്ട്സ്? ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിട്ട് നിങ്ങൾ അറിയാലോ, ജങ്കാർ എന്ന് പറഞ്ഞ മലയാള പടമാണ്. അത് കുഴപ്പമില്ലാതെ പോയെന്നേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ഫാമിലി സർവൈവർ ത്രില്ലർ സ്വഭാവത്തിൽ പറഞ്ഞൊരു സിനിമയാണ്. നെക്സ്റ്റ് എനിക്ക് ഇറങ്ങാൻ പോകുന്ന സിനിമ അനന്തൻ കാട്. ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്. മുരളി ഗോപി ചേട്ടൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേയിൽ GN കൃഷ്ണകുമാർ സാർ ഡയറക്റ്റ് ചെയ്ത അനന്തൻ കാട്. അനന്തൻ കാടിലുള്ള കഥാപാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ അങ്കമാലി പോലെയും ആട്ടോ ശങ്കർ പോലെയൊക്കെ, അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറും. അത് ജനങ്ങളെല്ലാവർക്കും ഒരു പക്ഷേ ആ കഥാപാത്രത്തിലൂടെ എന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ
ചിലപ്പോൾ ആ കഥാപാത്രത്തിലൂടെ എന്നെ വിളിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പാനി എന്നുള്ള പേര് മാറി ആ പേരിലൂടെ അങ്ങ് അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് എടുത്തു പറയാൻ കാര്യം, ഞാൻ ആ കഥാപാത്രം എനിക്ക് അത്രയും ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യാറുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ക്രൂ എനിക്ക് അത്രയധികം സപ്പോർട്ടായിരുന്നു, അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു അവർ. എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറും കൂടെയാണ്. ഞാനത് ചെയ്തു കഴിഞ്ഞു, മുഴുവൻ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞു. അത് ആയിരിക്കും നെക്സ്റ്റ് തിയേറ്ററിൽ എത്താൻ പോകുന്നത്. പിന്നെ തമിഴിൽ നായകനായിട്ടുള്ള പൊന്നുലകം എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തൊരു പടമാണ്. അതായിരിക്കും അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമകൾ. അത് പൊൻതമിർ എന്നാണ് ഡയറക്ടറുടെ പേര്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. അദ്ദേഹം കുറേ സിനിമകളിലൊക്കെ അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. വേറെയും പ്രോജക്റ്റുകൾ തമിഴിലും മലയാളത്തിലുമായിട്ട് പ്ലാനിങ്ങിലാണ്. ഈ ഒറ്റയ്ക്ക് വഴിവെട്ടിയവനാണ് എന്നൊക്കെയുള്ള ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അപ്പാനി എന്നൊക്കെ? അല്ല, ആരും പറയണ്ടല്ലോ, അത് അങ്ങനെ തന്നെയല്ലേ? ശരിയല്ലേ? ആരും പറയേണ്ട കാര്യമില്ലല്ലോ, അത് മറ്റുള്ളവർ പറഞ്ഞില്ലല്ലോ അറിയണ്ടേ. ഞാൻ സ്വയം ബോധം എനിക്ക് വേണമല്ലോ. ഞാൻ വന്ന വഴികളിൽ എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന വഴികൾ മറക്കാത്തൊരുത്തനാണ് ഞാൻ. അപ്പം അതെനിക്ക് വ്യക്തമായ ബോധമുണ്ട്, ഞാൻ എങ്ങനെയാണ് വന്നത്, ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ വന്ന വഴികളിൽ എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ നന്മകൾ എന്തായിരുന്നു, എൻ്റെ തിന്മകൾ എന്തായിരുന്നു, ഞാൻ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു, ഞാൻ ചെയ്ത ശരികൾ എന്തായിരുന്നു, ഒക്കെ തിരിച്ചറിഞ്ഞ് ബോധത്തോടെ കൂടി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സിനിമാ ഡയലോഗ് പോലെ ഉണ്ട് ചേട്ടൊക്കെ. അത് ചിലപ്പോൾ ഞാനൊരു നാടകം പഠിച്ച അധ്യാപകനായതുകൊണ്ടും ഞാനൊരു നാടകക്കാരനായതുകൊണ്ടും ഞാൻ പഠിച്ചത് കൊണ്ടും ഞാൻ എൻ്റെ തൊഴിൽ മേഖല അതായതുകൊണ്ടും എൻ്റെ ഭാഷയിൽ അങ്ങനെ ഒരു ഭാവം ഉള്ളത് കൊണ്ടും ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിന് ഭയങ്കര അധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഈ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞത്. അതെല്ലാവരും കേൾക്കട്ടെ. താങ്ക് യു. കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കൂടെ നിൽക്കട്ടെ. എല്ലാം ഇപ്പോഴും ഈ പറഞ്ഞില്ലേ, നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മോണോ ആക്ട് അവതരിപ്പിച്ചപ്പോൾ കുറച്ച് കയ്യടികൾ കിട്ടി. അവിടെ നിന്ന് തുടങ്ങിയ ജീവിതമാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും, തീരട്ടെ, സന്തോഷമായിരിക്കട്ടെ. ഞാനെന്ന കലാകാരനിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു സമൂഹത്തിലൊരു പ്രതിബദ്ധതയുള്ളൊരു കലാകാരനായി തീരണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. വളരെ നന്നായിട്ട് തന്നെ എൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യും. എല്ലാവരുടെയും കൂടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാവണം. എനിക്ക് എടുത്തു പറയാനായിട്ട് അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി എല്ലാം ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഞാനിരുന്ന് എന്തെങ്കിലും ഒരു എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു അഹങ്കാരമായിട്ടൊക്കെ തോന്നിയാൽ ഒരിക്കലും അങ്ങനെ തോന്നരുത്. ഞാനത് സിൻസിയറായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മുമ്പിൽ ഞാൻ മുഖത്ത് മേക്കപ്പ് ഇടുന്നേ ഉള്ളൂ. വേറെ ഞാൻ എൻ്റെ സംസാരത്തിലൊന്നും അങ്ങനെ ഞാൻ മായം ചേർക്കാറില്ല. സോ അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.